ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോഴിയുടെ കുറച്ച് അകത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കറി വെച്ച് കൂട്ടുന്നത്. നല്ല ഫ്രൈ ഒക്കെ ചെയ്ത് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകും കേട്ടോ. ഇത് കണ്ടില്ല, ഇത് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഇത് ഈ കരളെ കൂട്ടി വെക്കുന്ന അതേണ്ടി ഇതാണ് ഇതിൻ്റെ കട്ട് എന്ന് പറയുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി മുഴുവൻ കഴിച്ചു പോകും. അപ്പം അതുകൊണ്ട് അത് പൊട്ടാതെ നമ്മൾ സൂക്ഷിച്ച് എടുക്കണം. പിന്നെ കരൾ വേണ്ടവർക്ക് കരളെടുത്താൽ മതി, അല്ലാത്തവർ ഇത് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് എടുക്കാൻ. ഇത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന ഇത് നമുക്ക് കോഴിക്കോ മറ്റിട്ട് ഇപ്പം മീനുണ്ട്, അപ്പം മീനിൻ്റെ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കും, മീൻ അങ്ങ് തിന്നോളും. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീട്ടിലേക്ക് വരാം. നമ്മളപ്പം ഇതിനകത്തെ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞ് ഈ പരുവത്തിലാക്കും ഉണ്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് മുറിക്കാം. കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് വെച്ചിട്ട് ഒരൽപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു നമുക്ക് അതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് കല്ല് തവണയുടെ പകുതി മാത്രം ഇട്ടു കൊടുക്കും. പകുതി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഗ്രാമ്പു കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി ഇത് നാലെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ആഡ് ചെയ്യണം. ഈ ചെറിയൊരു മൂപ്പാവുമ്പോൾ നമുക്ക് ലാസ്റ്റാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് മൂപ്പായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുക്കും. ഈ ചെറിയ തീയിൽ ഇത് നമുക്കിങ്ങനെ അടുപ്പത്ത് വെക്കണം. കാരണം അതിനകത്ത് നെയ്യെല്ലാം ഇറങ്ങണമെങ്കിൽ അത് അതിനകത്ത് കിടന്ന് വേണം മുരിയാൻ. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു വിടും. ഇപ്പോൾ ഒരുമാതിരി ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ആഡ് ചെയ്തു. എന്നിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് ചെറുതീയിൽ നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയ ശേഷം
നമുക്ക് ഒരല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വാങ്ങിയ ശേഷം മാത്രമേ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതാണ് നമ്മുടെ കറി റെഡി.